welcome to our new vlog. നമ്മുടെ പുതിയവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാനാണ് സദ്യ പാർട്ടിക്ക്. ഇത് ഒരു കുഞ്ഞു കൊച്ചാണ്, എന്റെ ചെന്നാണ്. എന്നാൽ നമ്മൾക്ക് പോവാ. ഞാൻ ഗിഫ്റ്റ് കേൾത്ത് റെഡിയായി. എന്റെ ഫേവറേറ്റ് കളർ റെഡ് പാക്കറി കൊണ്ടാണ് ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നത്. എന്നാൽ ഗിഫ്റ്റ് എടുത്തിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ആമീൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഒരു ടോയ് വാങ്ങിക്കാൻ വേണ്ടി റാം ബസാറിൽ പോയത്. ഇത് ആമയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയായിരുന്നേ. അങ്ങനെ ഞങ്ങളിത് റെഡിയായി പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ന്യൂ മഹാരാജ ധാബ എന്നുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു. 7 മണിക്കാണ് കേക്ക് കട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൂന്ന് ഡ്യൂട്ടിയിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായ കാരണം ഏറ്റവും അവസാനം എത്തിയത് ഞങ്ങളാണ്. ഒരു നാളെയല്ലേ കണ്ടിട്ട്. അതെയോ, ഇതാരാണ്? ഞാൻ മാച്ച് തന്നെ ഇടണം. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. മൂന്ന് ഡ്യൂട്ടിയിൽ നിന്ന് വരാൻ ലേറ്റായ കാരണേ. നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഇതാരാണ് സുന്ദരി? ആണോ? ഞാൻ ഇപ്പൊ കാണിച്ചത്. അയ്യോ 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 അയ്യോ, ഇതിന് മോളിൽ കയറാതെ. കുഞ്ഞിന് കേക്ക് വേണോ? എന്തിനാ കരയുന്നേ? ആമോ, ആയിരിക്കും. അല്ല സാർ, അങ്ങനെ സാർ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ. നിർണയം കൈമാറ്റം നിർണയം. അത് കുഴപ്പമില്ല. അയ്യോ, ഉടുപ്പിലുള്ളതൊക്കെ നക്കുന്നേ. ആമിയാണോ വേണ്ടത്? അതിനോട് പോയി നിന്നോ. ഞാൻ ആമീൻ്റെ അടുത്ത് നിൽക്കാമോ? ഒരു ഫോട്ടോ എടുക്കല. എന്താടാ അതിന് മുറിക്കാൻ ഉണ്ടാവും തോന്നില്ല കേട്ടാ. അത് മുറിക്കാൻ ബാക്കി ഉണ്ടാവും തോന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. നല്ല പണി. വാമോ, ഹനി വാ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കേക്കും സ്നാക്സും ഒക്കെ കഴിക്കാം.
ഞങ്ങൾ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും ഫാമിലീസും മാത്രമാണ് പാർട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത്രയും പേരാണ് പാർട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. നമുക്ക് കുറച്ച് സമയം അവരുടെ ഡാൻസ് കാണാം. അനി തൊപ്പി വെച്ച് കൊടുക്കേ. ആമോ ഇവിടെ ആമോ ഡാൻസ് ചെയ്. അങ്ങനെ കുറച്ച് സമയം ഡാൻസൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ കോഴ്സിൻ്റെ ടൈമായി. അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനും പനീർ റൈസും ഗോബി മഞ്ചൂരിയനും ദാലും റൊട്ടിയൊക്കെ ആയിരുന്നു ഡിഷസ്. അപ്പോൾ നമുക്ക് ഇനി ഡിന്നർ കഴിക്കാം. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ പാർട്ടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഹനിക്കിതേ നല്ലോണം ഉറക്കമൊക്കെ വന്നു. ഹനി വീട്ടിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്ത് എല്ലാവരും ബായ് പറയുകയാണ്. അപ്പോൾ ആമി അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ വരികയെന്നും പറഞ്ഞിട്ട് അതേ മൂത്തിൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ട്. വേറെ ആരോടത്തും പോകുന്നില്ല, ഞങ്ങളുടെ കൂടെ തന്നെ വരുള്ളൂ എന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചത് മൂത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങാണ്ട് നിൽക്കുമായിരുന്നു. ഇത്രയും സമയം എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ മൂത്തിനെ കണ്ടപ്പോൾ മൂത്തിൻ്റെ കൂട്ടത്തിലായി. എന്താണ് കളിക്കുന്ന സാധനം വേണ്ടെന്ന്? കളിക്കുന്ന സാധനമാണ്, കളിക്കുന്ന സാധന. അപ്പോൾ അങ്ങനെ എല്ലാവരും ബായ് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം വന്നതും ഞങ്ങളാണ്, ഏറ്റവും അവസാനം പോയതും ഞങ്ങളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.